ഓഗസ്റ്റ് 24 യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ ബർത്തലൂമ ശ്ലീഹായുടെ തിരുനാളാണ് സഭ ഇന്ന് ആചരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്നത് പോലെ പ്രാർത്ഥനാപൂർവം യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരുടെ പേരുകൾ കുറിക്കുന്ന സ്ഥലത്ത് 6ാമത്തെ പേര് എന്ന രീതിയിലാണ് ബർത്തലൂമിയുടെ നാമം നാം വായിക്കാനിടവരുന്നത്. മറ്റൊരു സ്ഥലത്തും ഈ വ്യക്തിയുടെ പേര് നാം സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല. എങ്കിലും യുക്തിപൂർവം ചില നിഗമനങ്ങളിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ശ്ലീഹന്മാരിൽ ശ്രദ്ധേയനായിട്ടുള്ള ഫിലിപ്പോസിന്റെ ഒരടുത്ത സുഹൃത്തായിരിക്കണം ബർത്തലൂമിയോ. അങ്ങനെ വരുമ്പോൾ ബർത്തലൂമിയുടെ ജന്മസ്ഥലവും ഗാലിലി ആയിരിക്കണം. ഫിലിപ്പോസ് ആണ് യേശുവിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ബർത്തലൂമിയോട് സംസാരിക്കുന്നത്. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേട്ട് യേശുവിനെ കാണാൻ വേണ്ടി ബർത്തലൂമിയോ ഒരു ദിവസം യേശുവിന്റെ അടുത്ത് ചെല്ലുന്നു. പക്ഷെ ബർത്തലൂമിയോ എന്ന പേരിലല്ല ആ വ്യക്തി സുവിശേഷത്തിൽ പരാമർശ വിഷയമായിട്ടുള്ളത്. നഥാനിയേൽ എന്ന പേരിലാണ് സുവിശേഷത്തിൽ നാം കാണുക. ഈ നഥാനിയേലും ബർത്തലൂമിയോയും ഒരു വ്യക്തി തന്നെയാകാനാണ് സാധ്യത. ബർത്തലൂമിയോ എന്ന് പറയുന്നത് ശരിക്കുള്ള പേര് ആകണം എന്നില്ല. ദീദിമോസ് എന്ന് വിളിക്കുന്ന പോലെ, ഇടിയുടെ പുത്രന്മാർ എന്ന് വിളിക്കുന്ന പോലെ ഒരു വിളിപ്പേരാകാനാണ് സാധ്യത. ബർത്തലൂമിയോ എന്ന് പറഞ്ഞാൽ തൊലോമയുടെ പുത്രൻ എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. ശരിക്കുള്ള പേര് നഥാനിയേൽ എന്നാകണം. ഈ നഥാനിയേലാണ് യേശുവിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അത് ഫിലിപ്പോസിന്റെ വാക്കുകൾ കേട്ട് ഫിലിപ്പോസിൽ നിന്നുള്ള വിവരണത്തിൽ നിന്നാണ് യേശുവിനെ മനസ്സിലാക്കാൻ വേണ്ടി നഥാനിയേൽ യേശുവിന്റെ അടുത്ത് ചെല്ലുന്നത്. യേശു ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് യേശു ഉടനെ തന്നെ ഇദ്ദേഹത്തെപ്പറ്റി വളരെ വ്യക്തവും ശക്തവുമായ ഒരു അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇതാ കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ. നഥാനിയേലിനെ കണ്ടുകൊണ്ട് യേശു വെളിപ്പെടുത്തിയ ഒരു സത്യമാണത്. കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ. അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഒരു നല്ല മനുഷ്യനാണ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു സാക്ഷ്യം മറ്റൊരു വശത്തുനിന്നും നമുക്ക് ആവശ്യമില്ല. ഹൃദയ നൈർമല്യം കാക്കാനും സത്യസന്ധമായിട്ട് പെരുമാറാനും നിഷ്കളങ്കമായിട്ടുള്ള ജീവിതത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതാ എന്ന് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ തന്നെ വെളിപ്പെടുത്തിയ ആ മനുഷ്യനാണ് നഥാനിയേൽ എന്ന് വിളിക്കപ്പെടുന്ന ബർത്തലൂമിയോ. അദ്ദേഹം സഭയുടെ ഇന്നത്തെ പാരമ്പര്യമനുസരിച്ച് അർമേനിയയിലേക്ക് സുവിശേഷ പ്രചരണത്തിനായിട്ട് അയക്കപ്പെട്ടു. അവിടത്തെ അർമേനിയൻ സഭയുടെ അടിസ്ഥാനം ബർത്തലൂമിയാണ് ഇട്ടത് എന്നും അവിടത്തുകാരിൽ നിന്ന് തന്നെ ബർത്തലൂമിയോ 8 സാക്ഷിത്വം കൈവരിക്കാൻ ഇടവന്നു എന്നാണ് ഇന്ന് സഭയിലുള്ള പാരമ്പര്യം. ബർത്തലൂമിയോയുടെ തിരുനാള് ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആ പിതാവ് നമുക്കായിട്ട് നൽകുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുണ്ടാകുക നിഷ്കളങ്കത ജീവിതത്തിൽ പുലർത്താനും സത്യസന്ധത ജീവിതത്തിൽ പ്രകടിപ്പിക്കാനും ശ്രമിക്കുവിൻ മക്കളെ എന്നുള്ളതായിരിക്കില്ലേ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിഷ്കളങ്കതയ്ക്കും സത്യസന്ധതയ്ക്കും പരമപ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് സാക്ഷാൽ യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വിശുദ്ധനാണ്, ശ്ലീഹായാണ്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ അപ്പസ്തോലനാണ് ബർത്തലൂമിയോ. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ചൈതന്യത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാം.